ബൈജു, കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ കാണാതായ ചാവക്കാട് സ്വദേശി മരിച്ചു എന്ന വാർത്ത വരുന്നു. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. 5 ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലേക്ക് എത്തിയത്. രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, അത്യന്തം വേദനാജനകമാണ് ഈ വാർത്ത. 5 ദിവസമേ ആയിട്ടുള്ളൂ കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്. പിന്നീട് ബന്ധുക്കൾ അറിയുന്നത് മരണ വാർത്തയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ചാവക്കാട് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ അപകടത്തിൽ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിനോയിയെ കാണാനില്ല എന്ന് കുടുംബം കഴിഞ്ഞ ദിവസം പ്രവാസി ക്ഷേമ ബോർഡിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി ബോർഡ് അധികാരികൾ നോർക്കയ്ക്ക് കൈമാറിയിരുന്നു. ഇപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ് മരിച്ചതായുള്ള സ്ഥിരീകരണം വരുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് മൃതദേഹം കണ്ട് തിരിച്ചറിഞ്ഞ ശേഷമാണ് അധികാരികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യക്തമാക്കിയത് തെക്കൻ പാലയൂരിലാണ് ഈ ബിനോയും കുടുംബവും താമസിക്കുന്നത്. സാമ്പത്തികമായി വളരെ പിന്നിലാണ് ഈ കുടുംബം. പാവർട്ടിയിലായിരുന്നു ബിനോയുടെ സ്വന്തം സ്ഥലം. പിന്നീട് വിവാഹശേഷം ഭാര്യയുമൊത്ത് തെക്കൻ പാലയൂരിൽ താമസിച്ചു വരുന്നതിനിടയിലാണ് കുവൈറ്റിലേക്ക് പോകാൻ ചാൻസ് ലഭിക്കുന്നതും പുറപ്പെടുന്നതും. തിരുവല്ല സ്വദേശിയാണ് ഇദ്ദേഹത്തെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. അപകടം നടക്കുന്ന അന്ന് രാത്രി വരെ ബിനോയ് ഓൺലൈനിൽ ഉണ്ടായിരുന്നതായി കുടുംബം അറിയിച്ചു. എന്നാൽ അപകടത്തിന് ശേഷം ബിനോയിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഓൺലൈനിലും ഉണ്ടായില്ല. ഇതാണ് വീട്ടുകാർക്ക് ആശങ്കയുണ്ടാക്കിയത്. തുടർന്ന് പ്രവാസി ക്ഷേമ ബോർഡിൽ കുടുംബം കാണാനില്ല എന്ന പരാതി നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബിനോയിയുടെ സുഹൃത്ത് മൃതദേഹം തിരിച്ചറിഞ്ഞതും മരിച്ച കാര്യം സ്ഥിരീകരിച്ചതും. അശ്വതി, ശരി രാജു, വ്യക്തമാണ്. അത്യന്തം വിഷമകരമാണ് ബിനോയുടെ വീടിന്റെ അവസ്ഥ. 5 ദിവസമേ ആയിട്ടുള്ളൂ ബിനോയ് കുവൈറ്റിലേക്ക് പോയിട്ട്.